അനുമോൾ എന്താണ് പറഞ്ഞത്? അവന് ക്യാപ്റ്റൻ ആകണമെന്ന് ഒരാഗ്രഹവും ഇല്ല. അവൻ ആ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് ലാലേട്ട ഇതിന് നിൽക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് നൂറയോടെന്ന് അനുമോൾ. അതൊരു പുതിയ കണ്ടുപിടുത്തമാണല്ലോ. അപ്പം ഇമ്മ്യൂണിറ്റി വേണ്ടേ? അതെന്താ ഇമ്മ്യൂണിറ്റി വേണ്ടേ? ക്യാപ്റ്റന് ഇമ്മ്യൂണിറ്റി ഉണ്ടല്ലോ. എനിക്ക് അനുമോൾ പറയുന്നത് മനസ്സിലാവുന്നില്ല. എന്താ ഒന്നുകൂടെ പറഞ്ഞേ? അപ്പയ്ക്ക് വേണ്ടിയല്ലേ എല്ലാവരും ക്യാപ്റ്റൻ ആകുന്നത്. അപ്പോൾ അനുമോൾക്ക് ക്യാപ്റ്റൻ ആവണ്ടേ? ക്യാപ്റ്റനായ ഇമ്മ്യൂണിറ്റി വേണ്ടെന്ന് പറയാം. ഇല്ല, വേണമെന്ന് പറയും. അല്ല ലാലേട്ടാ, ഒരു ക്യാപ്റ്റൻ നല്ലൊരു ക്യാപ്റ്റനും കൂടെ ആവണമല്ലോ. ഇമ്മ്യൂണിറ്റി മാത്രമല്ലല്ലോ എന്ന് അനുമോൾ. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്ന് ലാലേട്ടനോട് എല്ലാവരോടുമായിട്ട് അനുമോൾ ചോദിക്കുന്നു. എല്ലാവരും ചിരിക്കുന്നു. ലാലേട്ടൻ നൂറയോട് ചോദിക്കുന്നു, നൂറ എന്താണ് അനുമോൾ പറഞ്ഞത്? നൂറയ്ക്ക് മനസ്സിലായോ? അതിൽ ലാലേട്ട അവൾ പറഞ്ഞത് ആര്യന് ക്യാപ്റ്റൻ ആകുന്നതിലുപരി അവന് ഇമ്മ്യൂണിറ്റിയാണ് അവൻ നോക്കുന്നതെന്നാണ് അവൾ പറഞ്ഞത്. അല്ല, അതിനെന്താ കുഴപ്പമെന്ന് ലാലേട്ടൻ. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ലെന്ന് നൂറ. നമ്മളത് നോക്കും. ഇമ്മ്യൂണിറ്റി ഒരു വലിയൊരു കാര്യമാണ് ഈ വീട്ടിലെന്ന് നൂറ. അത് നോക്കുന്നതിന് എന്താ കുഴപ്പമെന്ന് ലാലേട്ടൻ. നൂറ പറയുന്ന ഒരു കുഴപ്പമില്ലെന്ന്. പിന്നെന്താ അനുമോൾക്കെന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. അപ്പോൾ ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നു, അനീഷ് എന്താ അനുമോൾ പറഞ്ഞതെന്ന് അനീഷിനോട് ചോദിക്കുന്നു. ചില സമയത്ത് അനുമോൾ പറയുന്നത് എനിക്കും മനസ്സിലാകാറില്ലെന്ന് അനീഷ് ലാലേട്ടൻ ചിരിച്ചുകൊണ്ട് തിരിയുന്നു. ഇപ്പം പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അപ്പോഴത്തേക്ക് എല്ലാവരും അവിടെ ചിരിക്കുന്നു. അപ്പോൾ ലാലേട്ടൻ ഷാനവാസിനോട് ചോദിക്കുന്നു, ഷാനവാസ് എന്തെങ്കിലും മനസ്സിലായോ? ഷാനവാസ് കറക്റ്റായിട്ട് പറയുന്നു. അവൾ പറഞ്ഞത് ഈ വീട് നോക്കാൻ നല്ലൊരു ക്യാപ്റ്റൻ വേണം എന്നാണ് അവൾ ഉദ്ദേശിച്ചത് ലാലേട്ടാന്ന് ഷാനവാസ്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് 3 പേര്, അതിൽ നിന്ന് നല്ലൊരു ക്യാപ്റ്റനെ നോക്കുന്നു. അവർക്കൊരു ഗെയിം കൊടുക്കുന്നു. അത് ജയിക്കുമ്പോൾ അവർക്കൊരു ഇമ്മ്യൂണിറ്റി പവറും കൂടെ കിട്ടുന്നു. ഇത് തെറ്റാണോ? പിന്നെ അയാൾ കളിച്ചതിന് എന്താണ് കുഴപ്പം? ലാലേട്ടൻ ചോദിക്കുകയാണ്. ഒക്കെ മുതൽ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അതെന്താണ് അനുമോൾ അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ലാലേട്ട എന്ന് പറയുന്നു. എന്താണ് അനുമോളോ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് ലാലേട്ടൻ. ആര്യന് ഈ നോമിനേഷൻ ഫ്രീ ആകും എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടാണ് അവൻ ഈ ടാസ്കിൽ കുറച്ചുകൂടി കൊടുത്തത് എന്ന് അനുമോൾ വീണ്ടും. ലാലേട്ടൻ എന്ത്? അനുമോൾ വീണ്ടും. അതായത് പുള്ളിക്കാരൻ ഈ വീടിനെ ക്യാപ്റ്റൻ ആകുന്നതിൻ്റെ ഉപരി കഴിഞ്ഞ ആഴ്ചയിൽ നോമിനേഷനിലുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ അതെ, അത് ഫ്രീ ആക്കാൻ വേണ്ടിയാണ്. അതിനെന്താ കുഴപ്പമെന്ന് ലാലേട്ടൻ. അപ്പം ഞാനും സാബുമോനും ക്യാപ്റ്റൻ ആയിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഉടനെ ലാലേട്ടൻ സാബുമോനെ എന്താണ് സാബുമോൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഉടനെ സാബുമോൻ അയ്യോ അനുമോളെ. അപ്പോൾ സാബുമോൻ പറയാണ് ക്യാപ്റ്റൻ ആവണം എന്നാൽ ആ ഇമ്മ്യൂണിറ്റിയും വേണം. അതിന് വേണ്ടിയാണല്ലോ ലാലേട്ട നമ്മൾ കളിക്കുന്നതെന്ന് സാബുമോൻ. അപ്പോൾ അനുമോൾ ചോദിക്കുന്നത് എന്താ ക്യാപ്റ്റൻ ആവണമെന്നില്ലേ? അല്ല, ക്യാപ്റ്റൻ ആവണമെന്ന് സാബുമോൻ. അവൻ ആ ക്യാപ്റ്റൻ ആകുന്നതിൽ കൂടുതൽ കുറച്ച് ഈ ഇമ്മ്യൂണിറ്റി കിട്ടാനാണ് അവൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ ആതിരയോട് പറഞ്ഞതെന്ന് അനുമോൾ ആകെ പെട്ട്. ലാലേട്ട ഞാൻ ചോദിക്കുന്നത് അതൊരു തെറ്റാണോ? തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ലാലേട്ട എന്ന് അനുമോൾ. അല്ല, ആര്യനെ ഈ ക്യാപ്റ്റൻസിയിലോട്ട് തിരഞ്ഞെടുത്ത ആരാണെന്ന് ലാലേട്ടൻ. അതാണ് അവനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ ഒരു പവറാണെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മളെല്ലാവരും കൂടിയാണെന്ന് എല്ലാവരും പറയുന്നത്. പിന്നെ അയാൾക്ക് ആ ഇമ്മ്യൂണിറ്റി കിട്ടുന്നതിൽ എന്താണ് പ്രശ്നം? കിട്ടുന്നതിൽ എനിക്ക് പ്രശ്നമില്ല ലാലേട്ടാന്ന് അനുമോൾ. പിന്നെ ആർക്കാ പ്രശ്നമെന്ന് ലാലേട്ടൻ. എന്താണ് ആര്യൻ ശരിക്കും അനുമോളുടെ പ്രശ്നം എന്താ? ലാലേട്ട എന്താ പ്രശ്നമെന്ന് 75 ഡേയ്സ് ആയി. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവളുടെ മൈൻഡിൽ എന്താണ് പ്രശ്നമെന്ന്. ഞങ്ങൾക്കൊരു ക്യാപ്റ്റൻസി ടാസ്ക് തരുന്നത്, എനിക്ക് അത് എന്ത് കിട്ടിയാലും ഇമ്മ്യൂണിറ്റി ആയാലും എന്തായാലും ഞാൻ എൻ്റെ ഫുൾ എഫോർട്ട് അതിനകത്തിടും. അത് ഇമ്മ്യൂണിറ്റി നോക്കിയിട്ടൊന്നും അല്ല. ക്യാപ്റ്റൻസി കിട്ടിയാൽ ഇമ്മ്യൂണിറ്റി കിട്ടുമ്പോൾ നമുക്കൊരു സേഫും കൂടെ ആവും. നമ്മൾ സേഫ് ആയാലും നമുക്ക് ഫ്രീ ആയിട്ട് ഈ വീട്ടിൽ സാധനങ്ങൾ ചെയ്യാം എന്ന്. കുറച്ചുകൂടി മാറ്റങ്ങൾ കൊണ്ടുവരാം ഈ വീട്ടിൽ. ഇമ്മ്യൂണിറ്റി ആയാലും പവർ ആയാലും എന്തായാലും അത് ഒന്നിച്ചാണ് നമുക്കത് കിട്ടുന്നത് ഈ ടാസ്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അനുമോൾ നോമിനേഷനിലുണ്ടായിരുന്നെങ്കിൽ ഈ ക്യാപ്റ്റൻസി കാർഡ് വേണ്ടെന്ന് പറയുമായിരുന്നു. ഇല്ലില്ല ഞാൻ പറയില്ല എന്ന് അനുമോൾ. അപ്പോൾ പിന്നെ എന്താ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല ലാലേട്ടാന്ന് അനുമോൾ. അപ്പോൾ പിന്നെ എനിക്കാണോ പ്രശ്നം? അപ്പോൾ ലാലേട്ടൻ ചിരിച്ചിട്ട് പറഞ്ഞു, ശരി എങ്ങനെയുണ്ടായിരുന്നു ഈ പറക്കം തളിക ടാസ്ക് എന്ന് ചോദിക്കുന്നത്. നിവിനെയാണ് വിളിക്കുന്നത്. അപ്പം നിവിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.